കാന്താര സെക്കൻഡ് തിയേറ്ററിൽ വളരെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. പടം ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ബിൽഡപ്പ് ആയിരുന്നു അല്ലേ. അതായത് പടം കാണാൻ വരുമ്പോൾ നോൺ വെജ് കഴിക്കാൻ പാടില്ല, കുളിച്ചിട്ടേ വരാൻ പറ്റുള്ളൂ, തിയേറ്ററിൻ്റെ വെളിയിൽ ചെരുപ്പൂരി വെച്ചിട്ടേ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ, കുറിയിട്ടിട്ടേ പോകാൻ പറ്റുള്ളൂ, എല്ലാവരും തൊഴുതിയിട്ട് പടം കാണണം, എക്സെട്ര. ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ടാണ് ഈ പടം തിയേറ്ററിലേക്ക് വന്നത്. പക്ഷേ ശരിക്കും ഒരു നിബന്ധനയാണ് ഇത് വെക്കേണ്ടത്. ഈ പടം കാണുമ്പോൾ അത് വെച്ചുമില്ല. അപ്പോൾ ഇനി കാണാൻ പോകുന്ന ആളുകൾക്ക് ആ നിബന്ധനയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ ആ നിബന്ധന മാത്രം അനുസരിച്ച് പോയാൽ മതി. അതായത് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വല്ല താലൂക്ക് ആശുപത്രിയോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററോ ഉണ്ടെങ്കിൽ തീർച്ചയായും അവിടുത്തെ ENT ബുക്ക് ചെയ്തിട്ട് ഈ പടം കാണാൻ പോയാൽ മതി. ഓക്കെ. ഇനി പടത്തിന് ഉള്ളിലേക്ക് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം, അതിനെക്കുറിച്ച് രണ്ട് പേർക്ക് പറയാം അല്ലേ. പടത്തിൽ എന്താണെന്ന് ഉള്ളതെന്ന്. അതായത് കാന്താര ഫസ്റ്റിലെ ഒരു ലാസ്റ്റത്തെ 20 മിനിറ്റ് ഒരു നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു അല്ലേ. പക്ഷെ ആ സാധനം ഈ പടത്തിലില്ല. നായകൻ പതുപോലെ തന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് പടം തുടങ്ങി, ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തുടങ്ങി വന്നു. ക്ലൈമാക്സ് വരെ നിലവിളിയുണ്ട്. നല്ല ഡിജിറ്റൽ നിലവിളി, ഡോൾബി നിലവിളി, വരുന്ന കഥാപാത്രങ്ങളൊക്കെ നിലവിളി തന്നെ. ഓക്കെ. ഏകദേശം ഇൻ്റർവ്യൂവിൽ വരെയൊക്കെ വളരെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആന, കുതിര, മറ്റേ ഗ്രാഫിക്സ് എല്ലാം കൊണ്ടുപോയി നിറച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ പറയട്ടെ, അതായത് നമ്മൾ ഈ ഗ്രാഫിക്സുകളും ഈ മറ്റേ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിപ്പോൾ എല്ലാവർക്കും അതിന് ടെക്നോളജി മനസ്സിലായി. റിയാലിറ്റി നഷ്ടപ്പെട്ടോ പടത്തിന്. ഇപ്പോൾ ചെറിയ LKG പഠിക്കുന്ന കുട്ടികൾക്കടക്കം ഇത് സംഭവം ഗ്രാഫിക്സ് ആണ്. എന്ന് പറഞ്ഞാൽ അവർ ഇതിനേക്കാൾ എന്താ പറയുക വീഡിയോ ഗെയിം കളിക്കുന്നതാണ്.